ഉപതെരഞ്ഞെടുപ്പിന് കാഹളം കാത്തിരിക്കുന്ന പാലക്കാട് ഇപ്പോൾ ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് കടന്നുകഴിഞ്ഞു. പാലക്കാടിന് പുറമെ ചേലക്കര, വയനാട് മണ്ഡലങ്ങളിലെയും ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം അടുത്തയാഴ്ച ഉണ്ടാകുമെന്നാണ് സൂചന. ഇതിന്റെ ഭാഗമായി മുന്നണികൾക്ക് തിരഞ്ഞെടുപ്പിന് ഒരുങ്ങാനായി സഭാ സമ്മേളനം ചുരുക്കി. നിയമസഭാ സമ്മേളനം ഈ മാസം 15-ന് അവസാനിക്കും. 3 ദിവസത്തെ സമ്മേളനം ഒഴിവാക്കാനാണ് കാര്യോപദേശക സമിതിയുടെ തീരുമാനം. ചർച്ചകൾ സജീവമാക്കിയിരിക്കുന്നു മുന്നണികൾ. ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ മുന്നണികളിൽ അണിയറ നീക്കങ്ങൾ സജീവമാണ്. ഷാഫി പറമ്പിൽ നേടിയ ഹാട്രിക് വിജയം കൂടുതൽ തിളക്കത്തോടെ ആവർത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് UDF ക്യാമ്പ്. ഇതിന്റെ ഭാഗമായി നേതാക്കൾക്ക് തിരഞ്ഞെടുപ്പ് ചുമതലകൾ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 3 തവണയും ഷാഫി പറമ്പിൽ വിജയിച്ച കൈക്കൊമ്പിളിൽ എത്തിച്ച പാലക്കാട് വിജയം ആവർത്തിക്കാനാണ് കോൺഗ്രസ് ക്യാമ്പ് ലക്ഷ്യമിടുന്നത്. ലോക്സഭയിൽ 3/4 ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ VK ശ്രീകണ്ഠന്റെ വിജയവും പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടുന്നുണ്ട്. സ്ഥാനാർത്ഥികളുടെ ചർച്ചകൾ സജീവമാണ്. മുതിർന്ന നേതാവിന്റേതുൾപ്പെടെ 6ഓളം പേരുകളാണ് പരിഗണനയിലുള്ളത്. 40,000-ഓളം ന്യൂനപക്ഷ വോട്ടുകളുള്ള മണ്ഡലത്തിൽ പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുമെന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു ആദ്യഘട്ട പ്രചാരണം. മുൻ MLA VD ബൽറാം, KPCC ഡിജിറ്റൽ മീഡിയ സെൽ കൺവീനർ ഡോക്ടർ P സരിൻ ഉൾപ്പെടെ മറ്റു ചിലരുടെ പേരുകളും ചർച്ചയിലുണ്ട്. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ മത്സരം കടുക്കാമെന്ന വിലയിരുത്തലിലാണ് KPCC മുൻ പ്രസിഡന്റ് K മുരളീധരൻ സാധ്യത ചർച്ചയിലെത്തിയത്. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പാലക്കാട് മത്സരിക്കില്ലെന്ന് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എങ്കിലും സംഘടനാതല ചർച്ചകളിൽ മാറ്റമുണ്ടായതായിട്ടാണ് സൂചന. മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ കഴിഞ്ഞ ദിവസം BJP ഭാരവാഹികളിൽ നിന്ന് സ്ഥാനാർത്ഥികളെക്കുറിച്ച് അഭിപ്രായം തേടിയിട്ടുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ, ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് എന്നിവരാണ് നിലവിൽ പാനലിൽ ഉള്ളതെന്നാണ് വിവരം. ഇതുകൂടാതെ മുൻ കേന്ദ്രമന്ത്രി V മുരളീധരന്റെ പേരും ശോഭാ സുരേന്ദ്രന്റെ പേരും ചർച്ചകളിൽ ഇടം പിടിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിത്വത്തിൽ ആദ്യം മുതൽ കേൾക്കുന്ന C കൃഷ്ണകുമാറിന് നറുക്കു വീഴാനാണ് സാധ്യത. കഴിഞ്ഞ തവണ കൈവിട്ടുപോയ വിജയത്തെ ഇത്തവണ ഏതു വിധത്തിലും കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ശ്രമത്തിലാണ് സംഘപരിവാർ. പാലക്കാട് മണ്ഡലത്തിലുണ്ടായ കനത്ത തിരിച്ചടിയും സംഘടനാ ദൗർബല്യവും പരിഹരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് CPI നേതൃത്വം. പൊതുസമ്മതരായ സ്ഥാനാർത്ഥികളെന്ന നിലയിൽ വിരമിച്ച പോലീസ് സർജൻ ഡോക്ടർ PB ഗുജറാളിനെയും നർത്തകിയും നടിയുമായ പാലക്കാട്ടുകാരിയെയും പാർട്ടി ജില്ലാ സംസ്ഥാന നേതൃത്വം സമീപിച്ചു കഴിഞ്ഞു എന്നാണ് വിവരം. നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിന് പാലക്കാട് തയ്യാറെടുക്കുന്നതിനിടെ BJPയിൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തർക്കങ്ങളും മുറുകുകയാണ്. BJPക്ക് പാലക്കാട് ഇത്തവണ സാഹചര്യം അനുകൂലമാണെന്നും അതിനാൽ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥി ആകണമെന്നുമാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. മത്സരിച്ച ഇടങ്ങളിലെല്ലാം വോട്ടുയർത്താൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കണം എന്ന ആവശ്യങ്ങളും ഉണ്ട്. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് BJP നടത്തിയ ആഭ്യന്തര സർവേയിലും ശോഭയ്ക്കാണ് പിന്തുണ കൂടുതൽ. മുതിർന്ന നേതാവ് മുൻ BJP അധ്യക്ഷനുമായിരുന്ന കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിലായിരുന്നു സർവേ നടത്തിയത്. സംസ്ഥാനത്ത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് പാലക്കാട്. അവസാന നിമിഷം വരെ BJPക്ക് വേണ്ടി മെട്രോമാൻ E ശ്രീധരനും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇവിടെ കാഴ്ചവെച്ചത്.